ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്രം കാഴ്ചവെച്ച മഹാനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ അലൈഹിസ്സലാം പറയണം, തർലിയത്ത് പറയണം, ആമീൻ പറയണം, സ്വലാത്ത് ചെല്ലണം. ജാഗ്രതയോടുകൂടി ഇതിന്റെ സമാപനം വരെ ഈ ഇരിക്കുന്നവർ കൂടെ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ സഹകരിക്കാൻ നിയ്യത്ത് ചെയ്യുന്നവരുടെ മരണസമയത്തെ വെപ്രാളം അള്ളാഹു ചുരുക്കി തരുമാറാകട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുരുഷസ്പർശനമേൽക്കാത്ത ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് അത്ഭുതത്തോടെ പുറത്തു വന്ന കുട്ടിയാണ്. ചെറിയ പ്രായത്തിൽ സംസാരിച്ചു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് യാത്ര നടത്തിയിട്ടുള്ള പ്രവാചകനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് മാത്രമല്ല, ആ യാത്രകളിൽ സംഭവിച്ച അനേകായിരം അത്ഭുത ചരിതങ്ങളെ ഈ ഉമ്മത്തിന്റെ ഗുണപാഠത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത അത്ഭുതകരമായ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളപ്പാണ്ട് രോഗം പിടിച്ചവരെ കൊണ്ടുവന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പ് നിർത്തുമ്പോൾ തന്റെ കരം കൊണ്ടുള്ള സ്പർശനം കൊണ്ട് ആ രോഗത്തിന്റെ ഭയാനകതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂറുകണക്കിന് മരണപ്പെട്ടു പോയവരെ അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി നിങ്ങൾ എഴുന്നേറ്റ് വരണമെന്ന് പറയുമ്പോൾ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ചരിത്രമുണ്ട്. അനേകായിരം മരിച്ചുപോയവർ എഴുന്നേറ്റ് സംസാരിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. പ്രവാചകനാണ്, മുഅ്ജിസത്താണ്, അത്ഭുതകരമായ കഴിവാണ്. ആർക്കും തർക്കത്തിനിടയാക്കാത്ത ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരിക്കൽ കുറച്ച് ജനങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഈസാ നബിയെ, മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളെ അവരുടെ മരണക്കിടക്കയിൽ നിന്ന് അങ്ങ് എഴുന്നേൽപ്പിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഖബറടക്കം കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞ ഖബറിന്റെ അകത്ത് നുരുമ്പിച്ചേർന്നു പോയ, എല്ലുപൊടിയായി ചേർന്നു പോയ, മണ്ണിനോട് ചേർന്നു പോയ ശരീരത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് സംസാരിക്കണമെന്ന് നമുക്കതിയായ ആഗ്രഹമുണ്ട്. വല്ലാത്ത രംഗമാണത്. ആരോടാ പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എവിടെയാ ഞാൻ വരേണ്ടത്? ആ പ്രിയപ്പെട്ട ജനങ്ങൾ 1000 വർഷക്കണക്കിന് പഴക്കമുള്ള ഖബർസ്ഥാനിലേക്ക് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഈസാ നബിയേ, ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവരൊക്കെ 800ഉം 900ഉം 1000ഉം വർഷങ്ങൾ കഴിഞ്ഞവരാണ്. അവര് മണ്ണിനോട് ചേർന്ന് പൊടിയായി പോയവരാണ്. അതുകൊണ്ട് നബിയെ, ഈ ഖബറിന്റെ അകത്തടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബറാളിയെ, 1000 വർഷം കഴിഞ്ഞ പഴമയുള്ള ഖബറിന്റെ അകത്തിരുന്ന ഖബറാളിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോൾ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് ചെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 കരമുയർത്തി കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആരക്കുകയാണ്. എന്നിട്ട് ആ ഖബറാളിയുടെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് കുൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടെ ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരാൻ പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം തീർത്തുകൊണ്ട് 1000 വർഷം കഴിഞ്ഞ് നുരുമ്പിപ്പോയ ഖബറിന്റെ അകത്തിരുന്ന് എല്ലുകളും മാംസങ്ങളും കൂടിയിട്ടൊരു മനുഷ്യക്കോലം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പേ തന്റെ ശരീരത്തെ പൊടിപടലങ്ങളെ കൈകൊണ്ട് തട്ടിമാറ്റിയിട്ട്, തന്റെ ശരീരത്തെ മൺതരികളെ കൈകൊണ്ട് തട്ടിമാറ്റിയിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രകാശം സ്ഫുരിക്കുന്ന മുഖത്തേക്ക് നോക്കി ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഖിയാമത്ത് നാളായോ, മഹ്ശറയായോ, ഇസ്രാഫീൽ സുറന്ന കാഹളത്തിൽ ഊതിയോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒരിക്കലും അല്ല. പിന്നെ എന്തേ